ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ലെന്ന് എം സ്വരാജ്. അക്രമം ഇങ്ങനെയൊന്നുമല്ല, നിയന്ത്രിക്കാനാകാത്ത വളരെ ചെറിയൊരു പ്രതികരണമാണ് അവിടെ ഉണ്ടായത്. വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസ് ഒഴിയാത്തത് ഇഡിക്ക് സുഗമമായ വഴിയൊരുക്കാൻ വേണ്ടിയാണെന്നും എം സ്വരാജ് പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെന്തേ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റാത്തത്? അങ്ങനെ മാറ്റിയാൽ കന്റോൺമെന്റ് ഹൗസ് ഒഴിയേണ്ടി വരും. അങ്ങനെ ഒഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായും കന്റോൺമെന്റ് ഹൗസ് അനുവദിക്കും. കന്റോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളണം. ഇതൊരു അക്രമമേ അല്ല.